വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു SCRT ക്ലാസ്സസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ജീവൻ്റെ കുഞ്ഞറകൾ പിന്നെ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നീ 2 ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ജീവൻ്റെ കുഞ്ഞറകൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററുകളാണ്. എല്ലാം നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാടല്ലെങ്കിലും ചെറുതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. കാരണം പിന്നീടുള്ള ക്ലാസ്സുകളിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ജീവൻ്റെ കുഞ്ഞറകൾ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വേണമെങ്കിലും ആവാം. 2 വെവ്വേറെ പദാർത്ഥങ്ങൾ മിക്സ് ചെയ്താൽ അതെന്തായി മാറും? മിശ്രിതങ്ങളായി മാറും. ഒന്നിലധികം വസ്തുക്കൾ ചേർന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മളെ പഞ്ചസാര വെള്ളമായാലും ഉപ്പ് വെള്ളമായാലും നാരങ്ങ വെള്ളമായാലും എല്ലാം ഒരു മിശ്രിതങ്ങൾക്കുള്ള ഒരു ഉദാഹരണങ്ങളാണ്. ഇത് നമ്മൾ ഈ വെള്ളത്തിൽ മാത്രമല്ല, വെള്ളത്തിൽ ഖരവും ദ്രാവകവും ചേരുമ്പോൾ മാത്രമല്ല, ദ്രാവകവും ചേർന്നാലും ഖരവും ചേർന്നാലും അല്ലെങ്കിൽ വാതകവും ചേർന്നാലൊക്കെ എന്തുണ്ടാവും? മിശ്രിതങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ ഖരവും ദ്രാവകവും ചേർന്നതിന് നമ്മൾ ഈ പഞ്ചസാര ഉപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഖരവും ചേരുമ്പോൾ ഈ റവ അതുപോലെ ഉപ്പും കലരുന്നതൊക്കെ ഖരവും ചേരുന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത് എന്ന് പറയുന്നത്. ഒരു വസ്തു മാത്രമല്ല, ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് എന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഖരവും ദ്രാവകവും ചേർന്ന് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി എന്ന് പറഞ്ഞു. ഇനി ദ്രാവകവും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തിന് ഉദാഹരണമാണ് വിനാഗിരി എന്ന് പറയുന്നത്. ഇനി വാതകവും ദ്രാവകവും ചേർന്ന ഒരു മിശ്രിതത്തിന് ഉദാഹരണമാണ് എന്ന് പറയുന്നത്? സോഡ, വെള്ളം എന്ന് പറയുന്നത്. ഇനി വാതകവും ചേർന്ന ഒരു മിശ്രിതത്തിന് ഉദാഹരണമാണ് എന്ന് പറയുന്നത്? വായു എന്ന് പറയുന്നത്. ലായനികളിലെ വൈവിധ്യം. വാതകം ഖരപദാർത്ഥങ്ങളിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഉണ്ട്. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളുമുണ്ട്. അതുപോലെ തന്നെ ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും അതായത് വെള്ളിയും ചെമ്പും ചേർന്നുണ്ടാക്കുന്ന സ്വർണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 916 സ്വർണം എന്ന് പറയുന്നത്. ഇത് ഒരു ഖര ലായനിയാണ്. അപ്പോൾ ഖര മിശ്രിതത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 916 ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം വെള്ളിയോ അല്ലെങ്കിൽ ചെമ്പോ ചേർന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? 916 സ്വർണം എന്ന് പറയുന്നത്. അതും ഒരു ലായനിയാണ്, അല്ലെങ്കിൽ അതൊരു മിശ്രിതത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ഏകാത്മക മിശ്രിതങ്ങൾ, എന്താണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളെങ്കിൽ അത്തരം മിശ്രിതം ഏകാത്മക മിശ്രിതം. ഇനി ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളുടെ അളവും വാതകങ്ങളും അവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വായു അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ആണ് അല്ലേ? 78% നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട്? 0.04%. ഇനി ഓക്സിജൻ 21%, മറ്റുള്ളവ 0.96%. അപ്പോൾ ഇമ്പോർട്ടൻ്റായി ഓർക്കുക,
നൈട്രജൻ 78%, ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, മറ്റുള്ളവ 0.96% എന്നിങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്. തന്മാത്ര എന്താണ്? തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും എന്തിനാൽ നിർമ്മിതമാണ്? തന്മാത്രയാൽ നിർമ്മിതമാണ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇനി കണാദനെ കുറിച്ച് നോക്കാം. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അപ്പോൾ അവിടെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ ഓരോ ബോക്സ് തന്നിട്ട് അതിലെ തന്മാത്രകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്, തന്മാത്രകളുടെ അകലം എങ്ങനെയാണ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഖരത്തിൽ വളരെ ചേർന്നിട്ടും ദ്രാവകത്തിൽ കുറച്ച് അവ സ്വതന്ത്രാവസ്ഥയിലും വാതകത്തിൽ ദ്രാവകത്തെ അപേക്ഷിച്ചെന്താണ് കൂടുതൽ സ്വതന്ത്രാവസ്ഥയിലുമാണ് എന്ത് നിലനിൽക്കുന്നത്? തന്മാത്രകൾ നിലനിൽക്കുന്നത്. ആറ്റങ്ങൾ എന്താണ്? ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടായിട്ടുള്ളത്. 2 ഹൈഡ്രജൻ ആറ്റവും അതുപോലെ 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് എന്തുണ്ടായത്? ജല തന്മാത്ര ഉണ്ടായത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണ് ഒരു പഞ്ചസാര തന്മാത്ര. എത്രയൊക്കെയാണ്? 12 കാർബൺ ആറ്റം, 22 ഹൈഡ്രജൻ ആറ്റം, 11 ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? പഞ്ചസാര ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാൽ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇവ മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടാവും. അതായത് ഒരേ തന്മാത്രകൾ കൊണ്ടിട്ടുള്ള പദാർത്ഥങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങൾ. ഇപ്പോൾ മിശ്രിതങ്ങളാകുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? വ്യത്യസ്ത തന്മാത്രകളാണ് ഉണ്ടാവുക. നമ്മൾ ഈ മിശ്രിതങ്ങളെ തന്നെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്നിങ്ങനെ വേറെ തരംതിരിക്കുന്നുമുണ്ട്. ശരീരത്തിനുള്ളിലെ മാലിന്യം വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. അത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നതിന് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. അപ്പോൾ എന്തിനാണ് ഡയാലിസിസ് നടത്തുന്നത്? നമ്മുടെ വൃക്കകൾ തകരാറിലായി നമ്മളുടെ വൃക്കകളുടെ ജോലി എന്താണ്? രക്തത്തെ അരിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വൃക്കകൾ തകരാറിലായവർക്ക് എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞ ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് എന്ത്? ജീവൻ്റെ കുഞ്ഞറകൾ എന്നുള്ളത്. കോശങ്ങൾ എന്നാൽ എന്താണ്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പം എല്ലാം നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യ ശരീരമായാലും ജന്തു ശരീരമായാലും സസ്യ ശരീരമായാലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ കൊണ്ടാണ്. അത് നമുക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയില്ല? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് അത് കാണാൻ എങ്ങനെ കഴിയുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. റോബർട്ട് ഹുക്ക് 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഓക്കുമരത്തിൽ നിന്ന് എടുത്ത കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു.
അതിൽ ചെറിയ അറകൾ പോലുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. അപ്പോൾ റോബർട്ട് ഹുക്ക് 1665 എന്ത് കണ്ടുപിടിച്ചത്? കോശം കണ്ടുപിടിച്ചത്. എന്താണ് ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ എന്ത് കാണാൻ കഴിയില്ല? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഇനി എന്താണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്? ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഏകകോശ ജീവികളിൽ ഒരു കോശം മാത്രമാണുള്ളത്. ബഹുകോശ ജീവികളിൽ എന്താണ്? ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അവിടെ കോശം തന്നിട്ടുണ്ട്. കോശത്തിലെ വിവിധ ഭാഗങ്ങളും തന്നിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് ജന്തുകോശമാണ് അവിടെ തന്നിട്ടുള്ളത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം, കോശസ്തരം, കോശദ്രവ്യം എന്നിവ അടങ്ങുന്നതാണ് ജന്തുകോശം എന്ന് പറയുന്നത്. ഇനി ഈ കോശത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നോക്കാം. എന്താണ് കോശസ്തരത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? സ്തരം എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കോശത്തെ ആവരണം ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? കോശസ്തരം ചെയ്യുന്നത്. ഇനി കോശദ്രവ്യം എന്താണ് ചെയ്യുന്നത്? ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് ആരാണ്? കോശദ്രവ്യമാണ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. ഇനി ന്യൂക്ലിയസിൻ്റെ പ്രവർത്തനം എന്താണ്? കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഫേനത്തിൻ്റെ ധർമ്മം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുകയാണ് ഫേനത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? റൈബോസോമാണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയോൺ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അവിടെ സസ്യകോശവും തന്നിട്ടുണ്ട്. സസ്യകോശത്തിൽ മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, കോശസ്തരം, ഫേനം, ക്ലോറോപ്ലാസ്റ്റ്, കോശഭിത്തി, കോശദ്രവ്യം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നിവയൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി ഇപ്പോൾ മറ്റുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ് ഉള്ളത്. അവയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശഭിത്തിയുടെ ധർമ്മം കോശത്തെ സംരക്ഷിക്കലാണ്. അതുപോലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ധർമ്മമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുക എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ പ്രധാന കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റ് കോശാംഗങ്ങൾക്ക് ഉദാഹരണമാണ്. കോശങ്ങളിലെ വൈവിധ്യം. മനുഷ്യ ശരീരം വ്യത്യസ്തങ്ങളായ കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 200ഓളം കോശങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ്? നാഡീകോശം, രക്തകോശം, പേശീകോശം എന്നിങ്ങനെ. ഇവയുടെ ആകൃതിയും ധർമ്മങ്ങളും എന്താണ്? വ്യത്യസ്തമാണ്. കലകൾ പലതരം. ജന്തുക്കളിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവയാണ് ആവരണ കലകൾ. നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകൾ, പേശീകോശങ്ങൾ കൂടിച്ചേർന്ന് പേശീകലകൾ എന്നിങ്ങനെ പലതരം കലകളുണ്ട്. അപ്പോൾ കോശങ്ങൾ കൂടിച്ചേർന്നതാണ് എന്ന് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് ഒരു കലയാണ്, അതൊരു ആവരണ കലയാണ്. ഇനി നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന നാഡീകലയും പേശീകോശങ്ങൾ കൂടിച്ചേർന്ന പേശീകലകളുമാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ SCERT ക്ലാസ്സസുമായി വരുന്നതായിരിക്കാം. ഓക്കെ, ബൈ.